UKG സെന്ററിനെ ഇപ്പോൾ ഭരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന ഒറ്റപ്പേരാണോ? അജയൻ എന്ന് സ്വയം വിശ്വസിച്ചിരുന്ന പിണറായി വിജയന്റെ അധികാര കോട്ടകളിൽ ഷാഫി എന്ന യുവ നേതാവ് വിള്ളൽ വീഴ്ത്തിക്കഴിഞ്ഞു. വടകരയിൽ ശൈലജ ടീച്ചർ എന്ന അതികായയെ നിഷ്ഭ്രമമാക്കിയ ഷാഫിയുടെ അടുത്ത ലക്ഷ്യം ധർമ്മടമാണെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ക്യാമ്പുകളിൽ അങ്കലാപ്പ് പ്രകടമാണ്. വെറുമൊരു മാഷാ അല്ലാ സ്റ്റിക്കർ വിവാദമുണ്ടാക്കി ഷാഫിയെ തളയ്ക്കാമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു. മെട്രോമാൻ ഇ ശ്രീധരനെ പാലക്കാട് മുട്ടുകുത്തിച്ച ആ പോരാട്ട വീര്യം പിണറായി വിജയന്റെ രാഷ്ട്രീയ അന്ത്യത്തിന് തുടക്കമിടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെ ഈ വെല്ലുവിളി ഉയരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ കുരുക്കാൻ PV അൻവർ ചരടുവലികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. റിയാസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ UDFന്റെ നിശബ്ദ പിന്തുണയോടെ അൻവർ നടത്തുന്ന പടയോട്ടം പിണറായിസത്തിന് വലിയ തിരിച്ചടിയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന രാഷ്ട്രീയ പിൻഗാമിയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രി ഇന്ന് ദുർബലനായിരിക്കുന്നു. ഈ പതനം തടയാൻ ദുബായ് കേന്ദ്രമാക്കി മുഖ്യമന്ത്രി മെനഞ്ഞ അവസാന അടവുകളും ഇപ്പോൾ പാളുകയാണ്. ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ഗൂഢാലോചനകൾക്ക് മുകളിലേക്കാണ് പ്രിയങ്ക ഗാന്ധി എന്ന രാഷ്ട്രീയ ഇടുത്തി വയനാട്ടിൽ വന്നിറങ്ങിയത്. പ്രിയങ്കയുടെ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസ് അണികളിൽ ഉണ്ടാക്കിയ ആവേശം CPMന്റെ എല്ലാ അജണ്ടകളെയും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. തരൂരിനെ ചുറ്റിപ്പറ്റിയുള്ള ഇടതുമോഹങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി തടയിട്ടപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലെ ബുദ്ധികേന്ദ്രം KC വേണുഗോപാലാണെന്ന് വ്യക്തമാകുന്നു. ഒരു വശത്ത് ഷാഫി പറമ്പിലിനെ ധർമ്മടത്തിറക്കി മുഖ്യമന്ത്രിയെ വിറപ്പിക്കുക, മറുവശത്ത് പ്രിയങ്കയിലൂടെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് തകർക്കുക. ഈ ഇരട്ടപ്രഹരത്തിന് മുന്നിൽ പിണറായി ഭരണകൂടം പതറുകയാണ്. ശൈലജ ടീച്ചർക്ക് പോലും ഷാഫിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന ധർമ്മടത്ത് പിണറായിയുടെ അവസ്ഥ എന്താകും? ഷാഫിയിലൂടെയും പ്രിയങ്കയിലൂടെയും കേരളം പിടിക്കാൻ UDF ഒരുക്കുന്ന ഈ രാഷ്ട്രീയ നീക്കം പിണറായി വിജയന്റെ ചക്രവർത്തി പദവിക്ക് അന്ത്യം കുറിക്കുമോ എന്ന് തന്നെയാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.